നമസ്കാരം. അങ്ങനെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഊഹാപോഹങ്ങൾക്കെല്ലാം ഏറെക്കുറെ തിരശീല വീണുവെങ്കിൽ പോലും ഇനി ആരാണ് അടുത്ത മുഖ്യമന്ത്രി, ഇനി ആരാണ് അവിടെ വിജയകിരീടം ചൂടി വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള തർക്കങ്ങളും അതുകൊണ്ട് ഇപ്പോൾ പോളുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. ബി ജെ പി ഈ അവസാന നിമിഷം വരെ ബി ജെ പി പറയുന്ന അവർക്ക് തന്നെയാണ് പ്രാമുഖ്യം, അവർക്ക് തന്നെ ആയിരിക്കും, ബി ജെ പി തന്നെ ആയിരിക്കും ഹരിയാനയിൽ ഇനിയും ഭരണം പിടിക്കാൻ പോകുന്നത്. നയാബ് സിംഗ് സൈനിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ തന്നെ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്നു തുടങ്ങി. എല്ലാ ആൾക്കാരും, അതായത് ബി ജെ പിയും കോൺഗ്രസും, പ്രധാനമായും കോൺഗ്രസും ബി ജെ ഇവർ തമ്മിൽ ഇപ്പോൾ തന്നെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നു. സീറ്റുകൾ സംബന്ധിച്ച് ഏറെക്കുറെ ഉറപ്പുകൾ വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ പുറത്തുള്ള ചില വിവരങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ അവിടെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത്തരം ഫലങ്ങൾ നോക്കുമ്പോൾ അവിടെ ബി ജെ പി നിലം തൊടാതെ പരാജയപ്പെടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് ബി ജെ പിക്ക് ഉദ്ദേശിച്ച തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഹരിയാനയിൽ ഇനി കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അപരാജിതന്മാർ എന്ന് പറയുന്ന ആ ഒരു മുഖത്തിൽ നിന്നും പരാജയപ്പെട്ടവർ എന്നുള്ളൊരു തലത്തിലേക്ക് ഈ പറയുന്ന ബി ജെ പി എത്തിച്ചേരും. കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തും എന്നുള്ള ഫലപ്രവചനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത്തരം ഫലപ്രവചനങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിരുന്നാലും ശരി, അതിൻ്റെ ഒരു കൃത്യമായ ഒരു രൂപരേഖ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഫലം വരുന്നവരെ, അടുത്ത വോട്ടെണ്ണൽ ദിനം വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. അതായത് ഇപ്പോഴത്തെ ഫലമനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ദീപേന്ദ്ര സിംഗ് ഹുഡയായിരിക്കും മുഖ്യമന്ത്രിയായി വരാനാണ് സാധ്യത എന്നാണ് ഏകദേശം 30% ആളുകൾ, അതായത് 30.8% ആളുകൾ പ്രവചിക്കുന്നത്. അവർക്ക് താല്പര്യം ദീപേന്ദ്ര സിംഗ് ഹുഡ മുഖ്യമന്ത്രി വരണം എന്ന് തന്നെയാണ്. നമുക്കറിയാം, ജാട്ട് സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വളരെ ശക്തമായി, അല്ലെങ്കിൽ അത്തരം സമുദായങ്ങളുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരാളാണ് ദീപേന്ദ്ര സിംഗ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സമുദായത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതും കർഷകർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുമായ ഒരു പ്രദേശമാണ്. ഇപ്പോഴും നമുക്കറിയാം, ശംഭു എന്ന് പറയുന്ന അതിർത്തിയിൽ കൂടുതൽ ഇപ്പോഴും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും നിരവധി കർഷകരെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ശംഭു അതിർത്തിയിൽ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന വാർത്തകളാണ്. അപ്പം ഈ നിലവിലത്തെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ബി ജെ പി ഒരു മുന്നേറ്റം ഉണ്ടാക്കും. എത്രത്തോളം വാഗ്ദാനങ്ങൾ അവർക്ക് വാരിക്കോരി കൊടുത്തിരുന്നാലും ശരി, ഇതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ എത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഹരിയാനക്കാർക്കിടയിൽ പ്രബലമാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദീപേന്ദ്ര സിംഗ് ഹുഡയ്ക്ക് ഒരു 30%-ലധികം ആളുകൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന, സൈനിക്ക് മുൻപ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ ലാൽ ഖട്ടർ, ആ മനോഹർ ലാൽ ഖട്ടറിൻ്റെ ഒരു അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് പേർ മാത്രമാണ്. ഏകദേശം 4.5% പേർ മാത്രമാണ് മനോഹർ ലാൽ ഖട്ടർ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുള്ള കാര്യത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ബാക്കി ഏറ്റവും കൂടുതൽ ആൾക്കാർ ദീപേന്ദ്ര സിംഗ് ഹുഡ തന്നെ വരണം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഭൂപേന്ദ്ര സിംഗ് ഹുഡ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സൈനിക്ക് ഏകദേശം 22.1% ആൾക്കാർ മാത്രമാണ് സൈനി ഈ പറയുന്ന ഭൂപേന്ദ്ര സിംഗ് ഹുഡയെ മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയാവണമെന്ന്. അതായത് 2ാം സ്ഥാനത്താണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ് നോക്കിക്കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ദീപേന്ദ്ര സിംഗ് ഹുഡ 9.5%. ഈ അടുത്ത സമയത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ സെൽജ കോൺഗ്രസിൻ്റെ നേതാവായി, അവസാനം ഞാൻ കോൺഗ്രസ് വിടുകയാണ്, കോൺഗ്രസിലാകപ്പാടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നിന്ന് പോലും മാറി നിന്ന് ഒടുവിൽ തിരിച്ച് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് വരികയും കോൺഗ്രസിൻ്റെ വിജയത്തിനായി അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്ത ഒരു നേതാവാണ് സെൽജ. സെൽജയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 4.9% ആളുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഭൂപേന്ദ്ര സിംഗ് ഹുഡയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളവരിൽ 32%-ലധികം ആളുകൾ പുരുഷന്മാരാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഇത് ഇനിയിപ്പം ഇത്രയും ഈ ആൾക്കാരൊക്കെ മുഖ്യമന്ത്രിയായ കൊള്ളാം, അതിൽ ഭൂപേന്ദ്ര സിംഗ് ഹുഡയ്ക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അദ്ദേഹം തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ കാരണം ബി ജെ പിയോടുള്ള അവർക്ക് തോന്നുന്ന ശത്രുത തന്നെയാണ് നമുക്ക് മനസ്സിലാവും. അവരെ ഇത്രയും 10 വർഷക്കാലമായി ഹരിയാന നിവാസികളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള ഒരു സർക്കാർ എന്നുള്ള ഒരു ഖ്യാതി ഇപ്പോൾ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ പോലും ഒരു ബി ജെ പി സർക്കാർ അവിടെ വേണ്ട എന്ന് ഉറച്ച തീരുമാനത്തിലാണ് ഈ പറയുന്ന ഹരിയാനയിലുള്ള ആൾക്കാരെന്ന് നമുക്കറിയാം.
ഇത്രയും വലിയ ഒരു മുന്നേറ്റം, അതായത് നമുക്കിനി മുന്നേറ്റത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് 3 ഘട്ടങ്ങളിലായിട്ട് ഇവരുടെ ഒരു സർവേ നടന്നിട്ടുണ്ട്. അതായത് ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ഒരു ടീം നടത്തിയ സർവേയിൽ ഏകദേശം കോൺഗ്രസിന് 44 മുതൽ 54 സീറ്റ് വരെ ലഭിക്കും എന്നാണ് പറയുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP നേരെ താഴേക്ക് വരുന്നു. 15 മുതൽ 29 സീറ്റുകൾ വരെ മാത്രമേ BJP നേടൂ എന്നുള്ളതാണ് ഇവരുടെ സർവേ ഫലം. അതായത് നമുക്കറിയാം 91 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഹരിയാന നിയമസഭ എന്നുള്ളത്. ഇനി സി വോട്ടറും അതായത് ഇന്ത്യ ടുഡേയും കൂടി നടത്തിയ ഒരു സർവേയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. ഏകദേശം 50 മുതൽ 58 സീറ്റുകൾ വരെ കോൺഗ്രസ് പിടിക്കും എന്നുള്ളിടത്താണ് സി വോട്ടറിൻ്റെയും ഇന്ത്യ ടുഡേയും ചേർന്ന് നടത്തിയ സർവേയുടെ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് 21 മുതൽ 28 സീറ്റുകൾ മാത്രമായിരിക്കും അവിടെ BJPക്ക് നേടാൻ കഴിയുക. അതായത് BJP അടുത്ത ഇനി ഒന്നുകൂടി നോക്കാം. ഭാരത് മാട്രൈസ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ റിപ്പോർട്ട് പ്രകാരം 55 മുതൽ 62 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടും എന്നുള്ളിടത്താണ് നിൽക്കുന്നത്. അതുപോലെ 18 മുതൽ 24 സീറ്റുകൾ BJPക്ക് ലഭിക്കും എന്ന് പറയുന്നു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 3 സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഈ 3 സർവേ ഫലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതും 3 ഘട്ടങ്ങളിലായി നമ്മൾ നോക്കാം. ആദ്യത്തേത് 44 മുതൽ 54 വരെ സീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അടുത്തത് 50 മുതൽ 58 വരെ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്ന് പറയുന്നു. മറ്റൊന്ന് നടത്തിയതിൽ 55 മുതൽ 62 സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കുമെന്ന് പറയുന്നു. അതായത് കോൺഗ്രസിന് ഇതുവരെ 10 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു മുന്നേറ്റമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. ഈ രീതിയിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമൊക്കെ ഈ രീതിയിലുള്ള ഒരു നയം തുടരാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ, അതായത് ഇപ്പം നിലവിലത്തെ കേന്ദ്ര സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കോൺഗ്രസ് ശക്തമായ ഒരു നിലയിലേക്ക് എത്തുകയും തുടർന്ന് കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക്, ഇന്ത്യയുടെ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതുമായ ഒരു വലിയ ഒരു സ്വപ്നമായിരിക്കും ഈ കോൺഗ്രസ്സുകാരുടെ പൂവണിയാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ വളരെ ശക്തമായ മുന്നേറ്റം, അതായത് രാഹുൽ ഗാന്ധിയെ ഇതുവരെ വിളിച്ച് കളിയാക്കിയിരുന്ന പേരുകളെല്ലാം മായുകയാണ്. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന അദ്ദേഹം പ്രായത്തെ പോലും മറികടന്നുകൊണ്ട് അവിടെ നിന്ന് നിലയ്ക്ക് നിന്നുകൊണ്ട് പ്രസംഗിക്കുവാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും മല്ലികാർജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും കഴിഞ്ഞിട്ടുണ്ട്. എവിടെയാണ് തങ്ങൾക്ക് വോട്ട് കിട്ടാൻ സ്വാധീനമുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു പുതിയ തന്ത്രം രാഹുൽ ഗാന്ധി ആവിഷ്കരിച്ചിരുന്നു. ആ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. രാഹുൽ ഗാന്ധിയും അതെ, പ്രിയങ്ക ഗാന്ധിയും അതെ. രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് നമുക്കറിയാം ജന്തർ മന്ദറിൽ ഉണ്ടായ ആ സമരം മുതൽ, അത്ലറ്റുകളുടെ സമരം മുതൽ ഇങ്ങോട്ടേക്ക് കർഷക സമരങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, രാംലല്ല പ്രതിഷ്ഠയിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്, അങ്ങനെ തുടങ്ങി കോൺഗ്രസ് നട്ടലിലുള്ള കുറേ അധികം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തീരുമാനങ്ങൾ കൂടുതലായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി തന്നെ കാണുന്നു. ഇത്രയും കാലം കർഷകരെ വഞ്ചിച്ചുകൊണ്ട് ഭരണം നടത്തിപ്പോകുന്ന ഈ നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടങ്ങുന്ന നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം ദേശീയ നേതൃത്വം വലുതായി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് അവരോടുള്ള ഒരു മതിപ്പ് ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതായത് ഇതുവരെ കളിയാക്കിയവർക്കെല്ലാം ഇനി രാഹുൽ ഗാന്ധിയെ ഭയക്കേണ്ടി വരും എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. ഇനി വരാൻ പോകുന്നത്, ഹരിയാനയിൽ വരാൻ പോകുന്ന ഒരു കോൺഗ്രസ് പക്ഷ രാഷ്ട്രീയമായിരിക്കും. അതോടൊപ്പം കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഒരു നിയമസഭയ്ക്ക് വേണ്ടിയുള്ള അശാന്തമായ ഒരു കാത്തിരിപ്പിലാണ് ഹരിയാനക്കാർ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.